ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? ഇത് കണ്ടോ? ഞാൻ ഇവിടെ ബാൽക്കണിയിൽ മഴയൊക്കെ പെയ്ത് പ്ലാന്റ്സിനെയൊക്കെ എടുത്ത് ഒരു സൈഡിലോട്ട് വെച്ച് നോക്കാൻ വന്നപ്പം പത വരുന്നു. എന്താ കാര്യമെന്നറിയത്തില്ല. ഈ വെള്ളത്തിന്റെ എന്തെങ്കിലും കുഴപ്പമാണോ അതോ ഈ പൂച്ചകൾ എന്തെങ്കിലും കൈയിടുവോ എന്തെങ്കിലും ചെയ്താണോ എന്ന് ഒരു പിടുത്തവും ഇല്ല. ഏതായാലും ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് വന്നതാ. ഇത് കണ്ടോ? ഇതെന്നാണോ ഇങ്ങനെ വരുന്നത്? അറിയാവുന്നവരാരെങ്കിലും ഒന്ന് പറയണം എന്തുവാ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഉപ്പൊക്കെ ഇടുന്നുണ്ട്, അറിയത്തില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനിയും എനിക്ക് തോന്നുന്നത് ഈ പാന്നപ്പൂച്ചകൾ എന്തെങ്കിലും കൈ ഇടുവോ, ഏത് നേരം അതിനകത്ത് കൈ ഇട്ടിട്ട് മീനെ പിടിക്കലാ പരിപാടി. ആർക്കറിയാം എന്തോ ചെയ്തതാന്ന്. ഏതായാലും മൊത്തം ക്ലീൻ ചെയ്താലേ പറ്റത്തുള്ളൂ. പത വരുവായി, എന്താണെന്നറിയത്തില്ല. ഫുള്ള് പത. ഞാൻ വെള്ളം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ മൊത്തം മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ബാൽക്കണിയിൽ മൊത്തം വെള്ളമാണ്. കണ്ടോ? ഇതാണ് ഞാൻ ബബിൾസ് വരുന്നത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ഇത് നിങ്ങൾ കണ്ടോ? ഇത് 80% വെള്ളം ചേഞ്ച് ചെയ്തേച്ച് ബാക്കി പുതിയ ഒന്നുകൂടെ നല്ല വെള്ളം നിറച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ബെല കണ്ടോ? അഹങ്കാരി നീ അല്ലേടാ ഇത് ചെയ്തത്? ബെല്ല എന്താ ചെയ്തേ? ബെല്ല എന്താ കാണിക്കുന്നേ? വെളി വെള്ളം കുടിക്കുകയാണ് നീ അകത്തുനിന്ന്. ആ ബെല്ല വീഴുന്ന ഞാനത്തോട്ടെ മാറിക്കേ. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളത്തിനകത്ത് ചാടും, അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തക്കേട് ഒപ്പിക്കും. എല്ലാം കൂടെ മറിച്ച് താഴെ ഇടും. ബെല്ല എന്തെടുക്കുവാ ബെല്ല? നോക്കുക അവള് എന്തോ ഒപ്പിക്കണമെന്നുള്ളത്. ഏത് നേരം ആ മൂട്ടിൽ കുത്തിയിരിപ്പാ പരിപാടി. നോക്കാം. നേറ്റ് പൊടി ഇതിൽ സൈഡിലിരിക്കുന്ന പോട്ടുകളും എല്ലാം ഒന്ന് മാറ്റി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഏതായാലും ഇവിടെ മൊത്തം വെള്ളമാണ്. മഴ പെയ്ത് മൊത്തം പോട്ടിനകത്തു നിന്നുള്ള വെള്ളം മണ്ണും എല്ലാം താഴെ ആയിട്ടുണ്ട്. ഈ പൂച്ചകൾ കാരണമാണ് ഞാനിവിടെ ഒരൊറ്റ പോട്ട് പോലും വെക്കാത്ത. എന്തുമാത്രം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു എല്ലാം ഞാൻ താഴെ കൊണ്ടുവച്ചേക്കുവാണ്. എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് വീടിനകത്തിരുന്നതും എല്ലാം താഴെ വെളിയിലാക്കി. കാരണം ഈ കുരുത്തം കെട്ടതുങ്ങൾ കാരണം ഇവിടെ മൊത്തം മണ്ണാണ്. അപ്പം പക്ഷേ ഈ ടാങ്കിനകത്തിലോട്ട് അത്രയ്ക്ക് ഈസിയിൽ പോയി ചാടി കയറി ഇരിക്കാൻ വേണ്ടിയാണ് ചുറ്റിനും ഇത്രയെങ്കിലും പ്ലാന്റ്സ് ഞാൻ വെച്ചേക്കുന്നത്. പക്ഷേ ഈ കുരുത്തം കെട്ടതുങ്ങൾ അതിൻ്റെ മണ്ടയിൽ കൂടെ വലിഞ്ഞു കയറും. ഇനിയും ഇത് അതിൻ്റെ ഇതൊക്കെ മാറ്റി സിഫൺ പമ്പൊക്കെ മാറ്റി ഞാൻ വെള്ളം നിറയ്ക്കുക. ഭയങ്കര ഒച്ചയാണ് ഇവിടെ ഈ ബാൽക്കണി റോഡ് സൈഡിലായതുകൊണ്ട്. അടുത്ത ആൾ ജിഞ്ച ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ജിഞ്ച സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ ജിഞ്ച നമ്മുടെ ചാനലിനെ. ജിഞ്ച ഇവിടെ നോക്കിയേ. ജിഞ്ച ഗുഡ് ബോയ് ആണോ ജിഞ്ച? ലൈക്ക് ചെയ്യാൻ പറ, വീഡിയോനെ ഷെയർ ചെയ്യാൻ പറ. ഇനിയും അവന് കൈയൊന്നും തരത്തൊന്നുമില്ല അല്ലേ? ഒരു പ്രാവശ്യമൊക്കെ കൈ തരുള്ളൂ. ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. എനിവേ ഇത് ഞാൻ വെള്ളം ഇത് നിറച്ചു. ഇനിയും പമ്പ് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇത് വരുമോ, ബബിൾസ് ഇനിയും വരുമോ? ഇച്ചിരി കുറച്ചുണ്ട്, കാരണം ഇച്ചിരി ഫോഴ്സിൽ വെള്ളം വീഴുന്നതുകൊണ്ട് ഇച്ചിരി ഉണ്ട്. പക്ഷേ മുമ്പേ ഉണ്ടായിരുന്ന അത്രയും ബബിൾസ് ഇതുവരെ ഞാൻ ആദ്യമായിട്ട് കാണുമോ. ഞാൻ ഓർത്ത് ഇനിയും വല്ല സോപ്പോ വല്ലതും കൊണ്ട് കലക്കുകയാണോ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഈ പിള്ളേർ ഈ 5 എണ്ണങ്ങളല്ലാണ്ട് വേറെ ഒരുത്തനുണ്ടല്ലോ, അവൻ പിന്നെ സ്കൂളിൽ പോയേക്കും ആയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നു ഞാൻ അവനെ പറഞ്ഞേനെ, ബ്ലെയിം ചെയ്തേനെ. അവൻ വല്ല സോപ്പോ വല്ലതും വലിച്ചു വാരിനകത്ത് ഇട്ടതാണോ എന്ന്. ഏതായാലും വെള്ളം പമ്പിനകത്ത് മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കാം. പതുക്കെ ഇനിയും വെള്ളമൊക്കെ ഫില്ലായി വരണം. വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മണി പ്ലാന്റിൻ്റെ ആ പോട്ടൊക്കെ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതുങ്ങൾ അതിനകത്ത് കയറിയിരുന്ന് വെള്ളം കുടിക്കും. ഏത് നേരം ഇതിനകത്തുനിന്ന് ആ ഫൗണ്ടനകത്തുനിന്ന് വരുന്ന ആ വെള്ളം അവർ ഇതിനകത്തുനിന്ന് കുടിക്കില്ല പരിപാടി. അതുകൊണ്ടാണ് എനിക്ക് പേടി ഇതുങ്ങൾ എന്തെങ്കിലും ചെയ്തതാണോ എന്ന്. മിസ്റ്റി സ്ഥിരം ഇതിനകത്തിൽ വന്ന് കിടക്കുന്ന ടീമാണ് മിസ്റ്റി. ഇത് അപ്പം അത്രയും വലിയ പതയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ അമോണിയം നൈട്രേറ്റൊക്കെ കൂടിയിട്ടാണോ എന്തോ. ഇനി ഏറിയേഷൻ വെക്കണം, ഇനി അതായിരിക്കണം എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ആരെങ്കിലും ഈ എന്നെക്കാട്ടിലും ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേണ്ടേ നോക്കാം. ജിഞ്ച എൻ്റെ ചെടി മൊത്തം കളയുന്ന കണ്ടോ കുരുത്തം കെട്ട ചെറുക്കൻ. ഓടുക നേരം ആങ്കാരി. മോളി നോക്കുക. ഒരു ചട്ടിക്കകത്ത് ഒന്നുമില്ല, എന്നിട്ട് പിന്നെ നോക്കുക അവിടെ ഇരുന്നുകൊണ്ട്.
അതിന് മണ്ടയ്ക്ക് എറിയുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഈ സ്ട്രീറ്റ് പൂച്ചകളാണ്, വെളിയിൽ നിന്നുള്ള പൂച്ചകൾ. ഞാൻ തന്നെ ഫുഡ് കൊടുക്കുന്നതാണ്, പക്ഷേ വീടിനകത്ത് കയറ്റിയാലെന്നുള്ളതേ ഉള്ളൂ. ഏത് നേരവും നമ്മുടെ വിൻഡോയുടെ അവിടെ വന്നിരിപ്പാണ് പണി. ഇവിടുങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പുറത്ത് റോഡിൽ കൂടെ ഭയങ്കര ഒച്ച, ഇവിടെ വണ്ടിയൊക്കെ പോകുന്ന റോഡ് സൈഡിലാണ് വീട്, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാവോ? എനിവേ, നിങ്ങൾ ഇത് കാണാമോ നിങ്ങൾക്ക്? അപ്പോൾ അത് ക്ലിയറായി. മിസ്റ്റിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇതുള്ളത്. മിസ്റ്റിക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്, അവൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അവൾക്ക് അതിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇത് അതിനകത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് കിടന്നുകൊണ്ട് കൈ അതിനകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ പണി. അത്രയ്ക്ക് സാധനമാണ് അവൾ. ഒത്തിരിയും ഗോൾഡ് ഫിഷിനെ പിടിച്ച് തിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാറ്റിയിട്ടാണ് ഞാൻ ഈ ഗപ്പികളെ പിടിച്ച് തിന്നും. അതിനകത്ത് സക്കർ ഫിഷ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 3 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണത്തിനെ തിന്ന ടീമാണ് ഒന്ന് മിസ്റ്റിയും എനിക്ക് തോന്നുന്നു ഈ പൂച്ചകളും പട്ടികളും എല്ലാം പ്ലാൻ ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർ തട്ടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് ഒന്നുകിൽ പൂച്ച അതിനകത്തൊന്ന് എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കും, ആർച്ചി അതിനെ കൊണ്ട് താഴെ വന്നു. ഒന്നും ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. അതിന് മുന്നേ ആർച്ചി അകത്താക്കി അതിനെ, ഫിഷിനെ. എന്താണെന്ന് പിന്നായിരിക്കും. അതിന് ഞാൻ പിടിക്കാനും കൂടെ ചെന്നപ്പോഴത്തേക്ക് അവൻ വിഴുങ്ങി അതിനെ. ജിഞ്ച കണ്ണടച്ച് കാണിക്കുക. അതിന് പകരം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാടാ ജിഞ്ച. ഒരു ഹായ് പറ. ലൈക്ക് ചെയ്യാമോ ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അല്ലേ ജിഞ്ച? അപ്പോൾ ഇവിടെ ഫ്ലോറും എല്ലാം ഇത്ര സമയം കൊണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും എന്താണ് ഇവർ പുതിയ പണി ഒപ്പിക്കുന്നതെന്നും പുതിയ വികൃതികൾ എനിക്ക് പണി ഒപ്പിക്കുന്ന ആൾക്കാരാണ് ഇത് മൊത്തം. എന്ത് പണി എനിക്ക് എവിടെ നിന്ന് ആര് പണി തരുമെന്ന് നോക്കിയിരിക്കലാണ് എൻ്റെ. അപ്പം ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.